വെണ്ണിലാവോ ചന്ദനമോ കണ്ണനും നീ നിന്നഴകിൽ. പിങ്കി പിങ്കി മോങ്കി ആണല്ലോ ഈ പാട്ട് കഴിഞ്ഞാൽ എനിക്ക് തരുമോ? ആ റോസ് തരുമോ? അതിന് നീണ്ട മുടി വേണം. നീണ്ട മുടി ഫ്രണ്ടിലേക്ക് കാറ്റടിക്കുമ്പോ വരാതിരിക്കാൻ. അങ്കിളിനും ഭയങ്കരമായിട്ട് ഫ്രണ്ടിലേക്ക് കാറ്റടിക്കാം. നമുക്കൊന്ന് വെച്ച് നോക്കിയാലോ? നദി അല്ലെങ്കിൽ ചെറിയൊരു അരുവി ഞാൻ ഒഴുകി പോകുന്ന ഒരു സുഖമാണ് ഈ പാട്ട് കേൾക്കുന്നത്. അപ്പൊ എനിക്ക് വളരെ പരീക്ഷയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്റെ വീട്ടിലെല്ലാവരും ചോദിക്കുന്നതിനൊക്കെ ടെൻഷൻ. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ടെൻഷനില്ല. കാരണം ഞാൻ ജയിച്ചത് തന്നെ ഞാൻ കോപ്പി അടിച്ചിട്ടുണ്ട്. കാരണം 10ാം ക്ലാസ്സിൽ അത് പോറ്റി പതുക്കെ എഴുതിയിട്ട് ഇതിന്റെ അടിയിൽ കുടിഞ്ഞനെ ഞാൻ പതുക്കെ അതെല്ലാം എഴുതിയിട്ട് തിരിച്ചു പോയി. ചിലപ്പം ചില പ്രാവശ്യം പോറ്റിയെക്കാട്ടി മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവസാനം ഇനി എന്റെ SSLC സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്ത് പേടിക്കുന്നു. എത്ര നന്നായി പാടി അനുപല്ലവി നന്നായി പാടിയോ. പക്ഷെ നീ എന്നടാ ഹീറോ. അതിനെ അടിച്ച് തകർത്ത് ഹീറോയി. ഇന്റലിജന്റ് ആയിട്ട് പ്രവർത്തിച്ചു. ഇതിന്റെ സംഗീത സംവിധായകൻ ആരാണ്? അയ്യോ എന്നാണ് എനിക്കറിയില്ല. ജെറി അവൻ ചെറി ടോമാഞ്ചെറി. അരുണഭാസുരാ സ്വാമി ഹരിത കോമള അമരലോക ശ്രീകര ശരണമയ്യപ്പ. സുഹൃതമാനസങ്ങളെ വഴി നടത്തുമീശ്വര മധുരമോഹിനി സുധാ ശരണമയ്യപ്പ. അരുണഭാസുരാ സ്വാമി ഹരിത കോമള അമരലോക സ്വീകര ശരണമയ്യപ്പ. കലശമാടിയെത്തുമെൻ കഥന ജീവകലകളിൽ കരുണ ചെയ്തിടേണമേ സ്വാമി. ശനി നിറഞ്ഞ മനസ്സിലെ കരിപുരണ്ട ചിന്തകൾ ശരിയുരച്ചു പോറ്റണേ സ്വാമി. വാചിവാഹന പ്രഭോ തവ വിലാസമാകയും കണ്ട് കണ്ട് ആടി ദിവ്യ ദേവമയൂരം. അരുണഭാസുരാ സ്വാമി ഹരിത കോമള അമരലോക സ്വീകര ശരണമയ്യപ്പ.
ഭാവസന്ധ്യയിൽ ചന്ദ്രകാന്ത ദീപമായി പ്രഭ ചൊരിഞ്ഞിടേണമേ സ്വാമി. ചരണ പങ്കജങ്ങളിൽ മിഴിയൊഴിഞ്ഞു പാടവേ പുലരിയെന്നിലേകളിൽ സ്വാമി. വേദശാസ്ത്രവല്ലഭ മധുരയോഗ സന്നിഭ ഗാനമെന്ന ധ്യാനമെന്നു നീറ്റുവാങ്ങണേ. അരുണഭാസുരാ സ്വാമി ഹരിത കോമള അമരലോക ശ്രീകര ശരണമയ്യപ്പ. സുഹൃതമാനസങ്ങളെ വഴി നടത്തുമീശ്വര മധുരമോഹിനി സുധാ ശരണമയ്യപ്പ. അരുണഭാസുരാ സ്വാമി ഹരിത കോമള അമരലോക ശ്രീകര ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പോ. ലോകമെമ്പാടുമുള്ള മലയാളികൾ ആസ്വദിക്കുകയും ആനന്ദിക്കുകയും നെഞ്ചിലേറ്റുകയും ചെയ്ത ഫ്ലവേഴ്സിന്റെ ടോപ്പ് സിംഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് കൊടകര നിവാസികളാണ്. മാത്രവുമല്ല എനിക്ക് കുറച്ച് ഫാൻസ് അസോസിയേഷനൊക്കെ ഉണ്ട്. വലിയ പ്രവർത്തനമൊന്നുമില്ല, കുറച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർ പാവപ്പെട്ട ആൾക്കാരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയിൽ പാവപ്പെട്ടവരല്ല, മനസ്സാലെ പാവപ്പെട്ടവരാണ്. അവർ പൂഞ്ഞാർ ഫാൻസ് അസോസിയേഷൻ്റെ ഒരു 4-5 പേരും കൂടെ ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങളെ എല്ലാവരെയും ടോപ്പ് സിംഗറിലേക്ക് സ്വാഗതം ചെയ്യും. ഇനി നമ്മുടെ മീനാക്ഷി കുട്ടിയെ ഞാൻ സ്വാഗതം ചെയ്യും. കണ്ടേ കണ്ടേ നിന്നെ കണ്ടേ ഉള്ളം നിറഞ്ഞില്ലയോ തെന്നൽ പോലെ കാതിൽ മുളും ഈണം നീയല്ലയോ. MG അങ്കിളെ ഓ, കയ്യില് കോസ്റ്റ്യൂം എല്ലാം ഉണ്ടോ? ഞാൻ എക്സോസ്റ്റഡ് ആയി. ഇത് എത്രാമത്തെ എപ്പിസോഡാണെന്ന് അറിയാം. ഇത് 250 ഒക്കെ കഴിഞ്ഞു. കാരണം 250 എപ്പിസോഡിനുള്ള സ്റ്റോക്ക് ഒന്നും ഈ പാവപ്പെട്ട എന്റെ ഇല്ല. പക്ഷെ എന്റെ കയ്യിലുണ്ട്. ആ, നീ പിടിക്ക്. അപ്പൊ MG അങ്കിളിനും സത്തു ചേച്ചിക്കും ഉത്തരം പറയാം. ഓക്കെ? ഇത് കുസൃതി ചോദ്യമാണ്, ശ്രദ്ധിച്ചു കേട്ടണം. അവസാനം ഉത്തരം കേട്ട് കഴിഞ്ഞിട്ട് ചുമ്മാ പറയരുത്. ഉത്തരം കേട്ടിട്ട് കഴിക്കോലാണെന്ന് പറയരുത്. അതെ, നമുക്ക് എല്ലാവർക്കും ഓരോ തരത്തിലുള്ള ഊണിഷ്ടാണ്. അതെ. ഇപ്പൊ MG അങ്കിളിന് ഏത് തരത്തിലുള്ള ഊണ ഇഷ്ടം? എനിക്ക് ശരിക്കും ഇഷ്ടമെന്ന് പറഞ്ഞാൽ ചോറ്, മീൻകറി, അല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടെങ്കിൽ ചപ്പാത്തിയും ചിക്കൻ കറി. ഇനി കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള ഊണാണ് ഇഷ്ടം എന്നാണ് എന്റെ ചോദ്യം. ചോറൂണ് അല്ല, ചോറൂണ് അല്ലല്ല, വേറെന്തോ ആണ്. അതിലും വളിപ്പാണ് എന്തോ. ഞാൻ പറഞ്ഞ അത് എനിക്ക് തോന്നുന്ന കുട്ടിച്ചോറെന്നായിരിക്കും പറയാൻ. അതൊന്നും അല്ല. അല്ല, ഊണ് എന്ന് വരുന്ന എന്തൊരു വാക്കാ സാർ, അതാണ്. ഏത് തരത്തിലുള്ള ഊണാണ് ഇഷ്ടം? ലോനപ്പനാണ്. അതെ, ഞാൻ കേട്ടു. കാർട്ടൂൺ പെട്ടെന്ന് എനിക്ക് എന്റെ ബുദ്ധിയിൽ ഇങ്ങനെ എന്റെ ശിഷ്യൻ എനിക്ക് അയച്ചു തന്നു. കാർട്ടൂൺ. ഓ ശരി, സമ്മതിച്ചു. കാർട്ടൂൺ ശരിയാ. നാണക്കേട് കേട്ടോ. അറിയില്ലായിരുന്നു. കാരണം ഞാൻ വെളിയിൽ നിന്നാ പറഞ്ഞു, ഇന്ന് ഞാനൊരു വലിയ കിടുക്കൻ ചോദ്യമായിട്ടാണ് വരുന്നത്. നിങ്ങൾ കിടുങ്ങും, നിങ്ങൾ ഉരുളും, ഇവിടെ കിടന്ന് മൂക്കിട്ട് ഇന്നാന്ന് വരയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പം സിമ്പിൾ. ഞാൻ ചോദിച്ചോണ്ട് പറഞ്ഞില്ലേ, കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഊണ് കാർട്ടൂൺ. ഗുഡ് ബൈ. സോറി. കുട്ടിക്കുറുമ്പും കൊഞ്ചലുമായി എത്തുന്ന കുസൃതി കൂട്ടങ്ങളുടെ അത്ഭുത സംഗീത സന്ധ്യയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കൊച്ചുപാട്ടുകാരുടെ പാട്ടിന്റെ പോരാട്ടത്തിന് തുണയായി നമ്മുടെ സ്വന്തം ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, സിത്തു ചേച്ചി. കുട്ടിപ്പാട്ടുകാരുടെ മാസ്മരിക സംഗീതത്തിന്റെ മേളപ്പൊലിമ നമ്മുടെ സ്വന്തം ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം
ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്. രണ്ടാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. പാട്ടിന്റെ പാലാഴിയിലെ മുത്ത് നമ്മുടെ പ്രിയപ്പെട്ട ആവണിക്കുട്ടി. വെൽക്കം ആവണി ഓൺ സ്റ്റേജ്. സാഡ് സോങ് റൗണ്ടിൽ ഞാൻ പാടാൻ പോകുന്നത് വിട പറയുകയാണ് എന്ന പാട്ടാണ്. ഈ പാട്ട് ബിഗ് ബി എന്നൊരു ഫിലിമിലത്തെ പാട്ടാണ്. പിന്നെ ഈ പാട്ട് പാടിയിരിക്കുന്നത് ശ്രേയ ചേച്ചിയാണ്. ശ്രേയ ചേച്ചിയുടെ എല്ലാ പാട്ടും എനിക്ക് നല്ല ഇഷ്ടമാണ്. ഈ പാട്ടും പിന്നെ സീനൊക്കെ ഭയങ്കര സാഡ് ഫീലുള്ളൊരു പാട്ടാണ്. അപ്പോൾ അതേ ഫീലോടുകൂടി തന്നെ ഞാൻ പാടാൻ ശ്രമിക്കാം. ഇന്ന് ഭയങ്കര ഹായ് ആയിട്ടുണ്ടോ? അതെ, നല്ല കുപ്പായട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. സാഡാ. ഏത് പാട്ടാ മോളെ? വിട പറയുകയാണ്. സാഡ് സോങ്. കരയിക്കാനാണോ? നീ കരയിച്ചോ? സൂപ്പർ സോങ് ആണ് അൽഫോൺസിന്. It's one of Alphonse's best compositions. I love the song. Super. ഓൾ ദി ബെസ്റ്റ്. കരയിച്ചോട്ടോ എല്ലാവരും. വിട പറയുകയാണോ ചിരിയുടെ വെൺപ്രാവുകൾ, ഇരുളടയുകയാണോ മിഴിയിണയുടെ കൂടുകൾ, വിധിയിലിരി വേനലിൽ വിരഹമരുഭൂമിയിൽ ഓർമ്മകളുമായി മഴതരും മുകിലുകളിൽ തനുവുമായി ഇതൾ വിരിയും. ഓ പാദം മാറിവില്ലുകൾ മായും പോലെ മായയാ ഈരാ
ചെല്ലം ചെല്ലം ചിമ്മം കണ്ണിൽ തൊട്ടാൽ വാടും പൂവോ പെണ്ണെ അവനീസ്, എന്തോ ഇറ്റ്സ് എ വെരി ഗുഡ് അറ്റംപ്റ്റ്. താങ്ക് യു സർ. ചൊല്ലും നാവിൽ ഒരുപാട് ചേഞ്ച് ഓവേഴ്സ് ഉണ്ട് ഇതിൽ. മാത്രമല്ല ഈ കോഡ് പ്രോഗ്രഷൻസിലുള്ള ഒരു ഒഴുക്കാണ് ഈ പാട്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ കോഡ് കേട്ട് അത് മനസ്സിലാക്കി അത് പാടുക എന്നുള്ളത് ആണ് വേണ്ടത്. ഞാൻ ചെറിയൊരു കുറച്ചും കൂടെ ആ കോഡുമായിട്ട് ബന്ധം വരാനായിട്ട് ഒരു കാര്യം പറയാം. ഇതിപ്പോൾ ഇതാണ് ഡി ആണ്. അപ്പോൾ കോഡിൽ നമ്മൾ പാടുമ്പോൾ ഒരു നോട്ടിന് തന്നെ ഇപ്പോൾ മോള് ജസ്റ്റ് സാ പാടിയാൽ മതി. അപ്പോൾ ആദ്യത്തെ കോഡിൽ സാ എങ്ങനെ ധ്വനിക്കുന്നു നോക്കാം. ഓക്കെ, വെറുതെ സാ പാടും. 1 2 3 4. അത് കേൾക്കണം, അത് കേൾക്കണം. സാ. ഇനി ഒന്നുകൂടെ സാ പാടണം. രണ്ടാമത്തെ കോഡ് വയ്ക്കണം. 1 2 3 4. സാ. ഇപ്പൊ ഈ സായ്ക്ക് തന്നെ വേറൊരു മാനം വരണായിട്ട് തോന്നുന്നുണ്ട്. അടുത്ത കോഡ് 1 2 3 4. ഇപ്പൊ ഫീൽ ചെയ്താണ്, വേറൊരു ഫീലാണ്. ആണോ? പിന്നെ A4 വെച്ച് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കൺവേ ചെയ്യുന്നുണ്ടോ? അതായത് ഒരേ നോട്ട് തന്നെ അത് ഡിഫറെൻറ്റ് കോഡിലൂടെ വായിക്കുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഫീലിങ്സ് ആണ്. ആ ഫീലിങ്സ് നമ്മുടെ പാട്ടിൽ അത് പാടുമ്പോൾ കൊണ്ടുവരാൻ പറ്റണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ യു ഹാവ് ടു ഹിയർ ദ കോഡ്. ആ കോഡ് ചെവിയിൽ വെച്ചിട്ട് വേണം അത് പാടാൻ. കോഡുമായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇരുന്നിട്ട് വേണം പാടാനായിട്ട്. അപ്പോൾ ആ 3-4 വരുന്ന ചേഞ്ച് ഓവേഴ്സ് ഇല്ലേ, ഒന്ന് വായിക്കാമോ? പാടണ്ട, ആ കോഡ് കേൾക്കണം. 1 2 1 2 3 2 2 3. ഇത് കണ്ടോ? ആ കോഡിലോട്ട് സുഖകരമായിട്ടുള്ളൊരു എൻട്രി വേണം. മഴ തരും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അതിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങണം. ഇങ്ങനെ നമ്മളൊരു ചെറിയ ഒരു പുഴയിലേക്ക് നമ്മളിങ്ങനെ കാല് വെച്ച് അതിലേക്ക് ഇറങ്ങി പിന്നെ നീന്തുന്ന പോലെ വരണം. ഒന്ന് പാടിക്കേ. 1 2 3 2 2 3. മഴ തരും മുകിലുകളിൽ തനുവുമാ ഇതൾ വിരിയും പാവം മാറിവില്ലുകൾ മായും പോലെ മായയാൽ ഈരാകിനി എങ്ങോ നീ മായവേ. സബാഷ്. ഇങ്ങനെ വേണം. ഇതാണ് ദിസ് ഇസ് എ ഡിഫറൻസ്. നമ്മൾ കോഡ് അറിഞ്ഞ് പാടുന്നതും കോഡിന്റെ വെളിയിൽ നിന്ന് പാടുന്നതിനുള്ള വ്യത്യാസം ഇപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ, അതെപ്പോഴും ഇവിടെ വെക്കണം. അപ്പോൾ ഈ ഓർക്കസ്ട്രയൊക്കെ ശ്രദ്ധിക്കണം. വെറുതെ ഒരു പാട്ട് പാടാറില്ല. പിന്നെ അവസാനത്തെ പല്ലവിയിൽ ഒരു ചെറിയ സംഗതി കുറച്ച് സ്ലിപ്പായി പോയിട്ടുണ്ട്. വിട പറയുകയാണോ ചിരിയുടെ വെൺപ്രാവുകൾ, ഇരുളടയുകയാണോ വീണയുടെ കൂടുകൾ, വിധിയിലെരിവേനലിൽ വിരഹമരുഭൂമിയിൽ ഓർമ്മകളുമായി തനിയെ അകലെ അത് കൂടുതൽ എഫർട്ട് ഉണ്ടാ? ചുമ്മാ പാട്.
ഹായ് 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 ആ ഓർമ്മകളുമായി തനിയെ അകലെ. തനിയെ അകലേന്നാണോ തനിയെ അലയേന്നാണോ? അലേ അലേ. ഷൂട്ട് പണിയെടുക്കുക. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. പക്ഷെ എന്നാലും ഇതൊക്കെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞത്. പക്ഷെ ആവണിക്കുട്ടി പാടിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അതിനകത്തൊരു ഹൃദയം ഉണ്ടായിരുന്നു കേട്ടോ. ആവണിക്കുട്ടി എന്തോ നല്ല സെലക്ഷൻ സോങ്. അത് എന്ന് വെച്ചാല് ഇത് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുമ്പോഴാണ് ഈ പാട്ടിന്റെ ഒരു നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഒഴുക്ക് എന്ന് പറയുന്നത്. ഒരു നദി അല്ലെങ്കിൽ ചെറിയൊരു അരുവി ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു സുഖമാണ് ഈ പാട്ട് കേൾക്കുന്നത്. അപ്പോൾ അതിന്റെ കോഡ്സ് പ്രോഗ്രഷൻ അനുസരിച്ചാണ് അൽഫോൺസ് ഇതിന്റെ പാട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതിന്റെ ഒരു സുഖമൊന്നും വേറെയാണ്. പക്ഷെ ഇതുപോലെ ഇത്രയും കോഡ്സ് ഉള്ളപ്പോൾ നമുക്ക് പാടാൻ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ടെൻഷൻ ഇല്ലാതെ പാടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് അതിനകത്ത് തന്നെ കിടക്കും. കാരണം അത്രത്തോളം ഫില്ല് ചെയ്തിരിക്കുകയാണിത്. ഗിറ്റാറും വയലിൻസും പാഡ്സും എല്ലാം ഇട്ട് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? അപ്പൊ അത്രയും ഫില്ല് ചെയ്തിരിക്കുമ്പോൾ അതിനകത്തൊന്നും എങ്ങനെയാ വെളി ചാടുന്നത്? ഒരു മനുഷ്യനും ചാടാൻ പാടില്ല എന്നാണ്. മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലത്തെ ഈ അതിൻ്റെ ആ സുഖം ഉണ്ടല്ലോ, ആ കോഡ്സ് ഇപ്പം ഒരു നോട്ടിലോട്ട് ചേർത്ത് പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, അത് പാടുന്നവർക്കും കേൾക്കുന്നവർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകുന്ന ആ സുഖമാണ് നമുക്ക് ഈ പാട്ടിനകത്ത് അൽഫോൺസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മോളത് പാടിയിട്ടുണ്ട്. പക്ഷെ പല സ്ഥലങ്ങളിലും അതിനകത്ത് ഇപ്പം രണ്ടാമത് കുട്ടം പാടിച്ചപ്പോഴത്തേക്ക് ആൾമോസ്റ്റ് ചേർന്ന് പോയി. പക്ഷേ എന്തോ ഒരു പേടിയുണ്ട് അതിനകത്ത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് എനിക്ക് ശ്രുതി ചേരാത്ത പോലൊക്കെ തോന്നി പല സ്ഥലത്തും. ഇപ്പോൾ പറഞ്ഞു തന്ന ദിസ് ഇസ് എ ക്ലാസ്. കുട്ടനെ പറഞ്ഞു തന്ന വളരെ എക്സാക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറഞ്ഞത്. അപ്പോൾ അത് യു ഷുഡ് ഫോളോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ആവണിക്കുട്ടി എന്തോ നന്നായി പാടിയടാ. നല്ല സോങ് സെലക്ഷൻ. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സോങ് സെലക്ഷൻ. ശ്രേയാജി പാടിയിട്ടുള്ള പാട്ട് എന്താ പറയുക, വലിയൊരു റേഞ്ച് കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. ആ ഒരു താഴെയുള്ള നോട്ട്സൊക്കെയാണ് അതിന് പല്ലവിയിൽ വരുന്നത്. അതായത് ഒരു സ്റ്റാൻസ് അല്ലേ ഉള്ളൂ ആ പാട്ടിന്, പിന്നെയും പല്ലവിയിലേക്ക് തന്നെയല്ലേ പോകുന്നത്. അവിടെ വലിയൊരു ചേഞ്ച് ഉണ്ട്, ഒരുപാട് ഡീറ്റെയിൽസ് പാടാനുണ്ട്. അത് മോള് നന്നായിട്ട് പാടി. എനിക്ക് തോന്നിയത് ആ ഒരു റേഞ്ചിൽ വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഒരു സ്ട്രെങ്ത് ആവായിരുന്നു എന്ന് തോന്നി പാടിയപ്പം. ഇത്തിരി കൂടിയൊക്കെ ഒരു ഡെഫിനറ്റ് ആയിട്ട് പാടായിരുന്നു സംഗതികളൊക്കെ. മോളുടെ ഭാഗത്ത് നിന്നൊരു നല്ല അറ്റംപ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. താങ്ക് യു. അതിന് സംശയമൊന്നുമില്ല. അതിൻ്റെ ഹമ്മിങ് ഒക്കെ നല്ല രസമായിട്ട് കുറച്ചൊരു എന്താ പറയുക, കുറച്ചൊരു വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ഉണ്ട് അതിന്. അതൊക്കെ മോൾ ആ ഒരു നല്ല രസമായിട്ട് പാടാൻ ശ്രമിച്ചു. ആ സസ്റ്റെയിൻ വരുന്ന സമയത്തൊരു ഹമ്മിങ് വരുന്നുണ്ട് അല്ലേ ശരിക്കും പാട്ടിൽ. പക്ഷെ അത് മോള് സസ്റ്റെയിൻ ചെയ്ത് നിർത്തി. കാരണം അതെല്ലാം ചെയ്യാൻ പറ്റില്ല, ഒരാളല്ലേ ഉള്ളൂ. ഭംഗിയായിട്ട് തന്നെ പാടി. എന്നാലും അവണിക്കുട്ടിക്ക് ഇതിൽ നന്നായിട്ട് പാടാൻ പറ്റും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഞാൻ എപ്പോഴും ആവണിക്കുട്ടിയുടെ അടുത്ത് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ എനിക്ക് കണ്ണു നനഞ്ഞ ഒരു അവസരം ഉണ്ടായി. ഇതാണ് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം. വിന്നേഴ്സ് ഡോണ്ട് ക്വിറ്റ്. എന്താർത്ഥം? വിജയികൾ ക്വിറ്റ് ചെയ്യാൻ പാടില്ല. ക്വിറ്റ് ചെയ്യത്തില്ല. ക്വിറ്റേഴ്സ് ഡോണ്ട് വിൻ. ക്വിറ്റ് ചെയ്യുന്നൊരു വിൻ. അപ്പൊ നെവർ ക്വിറ്റ്. അതാണ് ക്വിറ്റ് ചെയ്യരുത്. മനസ്സുകൊണ്ടാണ് നമ്മൾ ആദ്യം ക്വിറ്റ് ചെയ്യുന്നത്, പിന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അല്ലേ? അപ്പോൾ മനസ്സുകൊണ്ട് ക്വിറ്റ് ചെയ്യരുത്. സോ വിന്നേഴ്സ് ഡോണ്ട് ക്വിറ്റ്, ക്വിറ്റേഴ്സ് ഡോണ്ട് വിൻ. എപ്പോഴും ഓർത്തോളാം. ഓക്കെ. അപ്പോൾ ഇതും പറഞ്ഞുകൊണ്ട് ആ ഗ്രേഡ് അങ്ങ് തന്നളയാം. കുറേ കൂടെ ഇമ്പ്രൂവ്മെന്റ് വരാനുണ്ട് ഈ പാട്ടിന്. ഇറ്റ് ഇസ് എ ടോപ്പ് ഫോർ ടുഡേ. താങ്ക് യു സർ. അടിപൂക്കുറ്റി. Congratulations, Avani. You are awarded a top. താങ്ക് യു സർ. ആവണിക്കുട്ടി, എന്തോ ഓൾ ദി ബെസ്റ്റ്. ഒന്നാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്. രണ്ടാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ.
സംഗീത വിസ്മയ വേദിയിലെ കൊച്ചുമെടുക്കൻ നമ്മുടെ സ്വന്തം ശ്രീഭുവൻ. വെൽക്കം ഓൺ സ്റ്റേജ്. ഹായ്, ഞാനിന്ന് പെർഫോമൻസ് റൗണ്ടിൽ പാടാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ജയറാം സാർ അഭിനയിച്ച് തകർത്ത മേക്കപ്പ് മാൻ എന്ന സിനിമയിലെ ആരുതരും ഇനി ആരുതരും എന്ന മനോഹരമായ പാട്ടാണ്. അപ്പോൾ ഈ പാട്ട് മ്യൂസിക് ചെയ്ത് വിദ്യാസാഗർ സാറാണ്, പിന്നെ മധുബാലകൃഷ്ണൻ സാറാണ് ഇത് പാടിയത്. അപ്പോൾ ഈ കോമ്പിനേഷനുള്ള പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ പാടാൻ പോകുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഡാൻസേഴ്സും തകർത്തിട്ട് വരും. Let me be your man. I wanna hold your hand and take you to your fantasy. Eyes when I look into your എല്ലാരും പറഞ്ഞു അവൻ പാന്റ് ഇട്ട് വന്നു. അവസാനം നിക്കർ മാറ്റിയവൻ പാന്റനായി. നിക്കർ മാറ്റി പാന്റനായി. പാന്റനോ? ആ പാന്റൻ. പാന്റ് ഇടുന്നവൻ പാന്റൻ. പാന്റൻ. ഷർട്ട് ഇടുന്നവൻ ഷട്ടൻ. എടി എന്തോടെ ഈ വാച്ച്? ഇതെനിക്കൊരു എൻ്റെ ഒരു ആരാധകനായ ഒരു അല്ല, ആര് തന്നാലും ആരാധകൻ നിന്റെ അടുത്തുള്ള ഒരു ചെറിയ ആരാധനയല്ല അത്. ആ അയ്യോ അങ്ങനല്ല. നിങ്ങൾക്ക് നിന്റെ അടുത്ത് നല്ല വിരോധമുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കൊച്ചു കയ്യില് ഇത്രയും വലിയൊരു ഘടികാരം ക്ലോക്കും പോയി. ഒന്ന് കാണിച്ചു പോക്കി. ഓ എന്റെ വാലിപ്പുറത്ത് കിടക്കുന്നു. ചെത്തായിണ്ടേ കാണാൻ. നല്ലൊരു പാന്റ് ഇട്ടൊരു പയ്യൻ ഭുവനകുമാരൻ. മുഴു പാന്റ് ഇട്ടൊരു പയ്യൻ ഈ ഭുവനകുമാരൻ. വലിയൊരു വാച്ച് ഇട്ടൊരു പയ്യൻ ഭുവനകുമാരൻ. വലിയൊരു ക്ലോക്ക് ഇട്ടൊരു പയ്യൻ ഭുവനകുമാരൻ. നല്ലൊരു സുന്ദരകുമാരൻ ഭുവനകുമാരൻ. കാണാൻ കൊള്ളുന്നൊരു പയ്യൻ ഈ ഭുവനകുമാരൻ. ഓക്കെ സന്തോഷമായോ? ഏത് പാട്ടാ? ആരുതരും ഇനി ആരുതരും. എന്തോന്ന് പാട്ടിന്റെ പേര് ആരുതരും ഇനി. അല്ല ഞാൻ പാട്ട് ചോദിച്ചപ്പോഴത്തേ നീ ഒരുമാതിരി ആര് തരും ഇനി ആര് തരും എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേ എന്താണ്? വാച്ച് കിട്ടി, ഷർട്ട് കിട്ടി, പാന്റ് കിട്ടി, ഷൂസ് കിട്ടി. നീ എന്താണ് ആര് തരും? ഒരു രാക്കിളി പാട്ടിന്റെ കോഡ്. ഇവന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ബെസ്റ്റ് ഫ്രണ്ട് ഇവന്റെ എന്തൊക്കെയോ രഹസ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മുടെ അടുത്തുണ്ട്, കണ്ടാലോ? ഇതാണ് എൻ്റെ ഫ്രണ്ട് അനിരുദ്ധ്. ക്ലാസ്സിൽ ഞാൻ എപ്പോഴും കാണാറുണ്ട് ഇവനെ. എനിക്ക് ഷൂട്ടിങ്ങിന് ലീവൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഇടയ്ക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇവൻ. നല്ല സപ്പോർട്ടാണ് ഇവൻ. എപ്പോഴും എന്നെ കാണുമ്പോൾ പറയും നീ നന്നായിട്ട് പാടുന്നുണ്ട്, ഇനി നന്നായിട്ട് ഉഷാറായിട്ട് പാടണം, എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറയും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതിനെക്കാട്ടിലും എനിക്ക് സന്തോഷം വേറെ ഇല്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. കാരണം എപ്പോഴും ക്ലാസ്സിൽ വന്നാൽ ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തുക. ടീച്ചർ സാധാരണ ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിയ ടീച്ചർ ഞങ്ങൾ മാറ്റിയിരുന്നു. കാരണം ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞങ്ങൾ മാറ്റിയിരുന്നതാണ് പതിവ്. പക്ഷെ ഞങ്ങൾ വീണ്ടും ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും അടുത്ത് വന്നിരിക്കും. അത് അത് തന്നെ ഞങ്ങൾക്ക് ഇതായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവൻ എൻ്റെ വീട്ടിലൊക്കെ വരും. പിന്നെ ഞാൻ കാര്യത്തിൽ ക്ലാസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിയാറൊക്കെ ഉണ്ട്. ഞാൻ നന്നായി പാടുന്നൊക്കെ പറയും. പിന്നെ ടീച്ചർ പറഞ്ഞു ഇപ്പോൾ ഇത്തിരി ലോ ആയി വരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ പറയുന്നത് ഇത്തിരിയും കൂടി ശ്രമിക്കണം പാടാൻ. ഇപ്പോൾ ഉള്ള പൊസിഷനെക്കാട്ടിയും ഫസ്റ്റിലേക്ക് വരാൻ, മാക്സിമം ഫസ്റ്റിലേക്ക് വരാൻ ശ്രമിക്കണം. സൂപ്പർ. എനിക്ക് ഏറെ സന്തോഷമായ കാര്യം എന്ന് പറയാം, എന്തൊരു സൗഹൃദമാണ്. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. ആ സൗഹൃദം പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇതുപോലെ അങ്കിളിനും, അങ്കിള് ആദ്യം നഴ്സറി തൊട്ട് ഇന്ന് വരെയും
നഴ്സറി തൊട്ട് 10ാം ക്ലാസ് വരെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച എൻ്റെ കൂട്ടുകാരനുണ്ട്, ബി ബിജുകുമാർ എന്ന് പറയുന്നത്. അദ്ദേഹം കേരളത്തിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മാത്തമാറ്റിക്സ് ടീച്ചേഴ്സാണ്. എൻട്രൻസിനൊക്കെ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് ട്രിവാൻഡ്രത്ത്. ബിജു സാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ അവനും ഇതുപോലെയാണ് എനിക്ക്. ഇപ്പോൾ ഞാൻ അനിരുദ്ധിനെ കണ്ടപ്പോഴത്തേക്കും ഉടനെ എനിക്ക് ബിജുവിനെ ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ഈ സൗഹൃദം നന്നായിരിക്കട്ടെ കേട്ടോ. എനിക്ക് ഇത്രയധികം വയസ്സായിട്ട് ഇപ്പോഴും ആ സൗഹൃദം നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമില്ല. 5 വയസ്സിൽ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ആയിരിക്കട്ടെ അനിരുദ്ധ്, നമ്മുടെ ഭുവനകുമാരൻ. ഓക്കെ, പാടിക്കോളാം. എം ജി അങ്കിളെ, ഇതുപോലെ അങ്കിളിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു? സ്കൂളിൽ വേറെ ആൾക്കാരായിരുന്നു, ഒരുപാട് പേര്. ഞങ്ങളൊരു വലിയൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. കാരണം ഞാൻ ജയിച്ചത് തന്നെ ഞാൻ കോപ്പി അടിച്ചിട്ടാണ്. കാരണം 10ാം ക്ലാസ്സിൽ അത് എന്നെ കൊണ്ട് പറയിക്കല്ലേ ഇതൊക്കെ. കാരണം അവസാനം ഇനി എൻ്റെ SSLC സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്ത് പേടിക്കുന്നു. അതായത് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്, അതായത് ശ്രീധരൻ പോറ്റി എന്ന് പറയും. പക്ഷെ ഇപ്പൊ ഉടുപ്പി ശ്രീധരൻ എന്ന് പറയും, അറിയാമല്ലോ. ഘടം വായിക്കും, മൃദംഗം വായിക്കും. പിന്നെ രവീന്ദ്രപാൽ, പിന്നെ ശ്രീനകേഷ്, പിന്നെ കുറച്ച് പേരുണ്ട് ഇതുപോലെ, മനോജ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ചൊരു 5-6 പേരുണ്ട്. നിങ്ങൾ പഠിക്കത്തേയില്ല. ഇതിൽ പഠിക്കുന്ന ഒരാളേ ഉള്ളൂ, ശ്രീധരൻ പോറ്റി എന്ന് പറഞ്ഞാൽ പോറ്റി മാത്രമേ പഠിക്കത്തുള്ളൂ. അപ്പം ഞങ്ങൾ ഈ എസ് വെച്ച് വരുമ്പോഴത്തേക്ക് ശ്രീധരൻ പോറ്റി, ശ്രീകുമാർ, അങ്ങനെ എസ് അടുത്ത് വരുമ്പോൾ എനിക്ക് പോറ്റിയുടെ അടുത്ത് സീറ്റ് കിട്ടും പരീക്ഷ എഴുതാൻ. അപ്പൊ പോറ്റി പതുക്കെ എഴുതിയിട്ട് ഇതിന്റെ അടിയിൽ കുടിഞ്ഞനെ ഞാൻ പതുക്കെ അതെല്ലാം എഴുതിയിട്ട് തിരിച്ചു പോയി. ചിലപ്പം ചില പ്രാവശ്യം പോറ്റിയെക്കാട്ടി മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പല പല സ്ഥലത്ത് ശേഖരിച്ചിട്ട്. കാരണം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പുള്ളി ഒറ്റയ്ക്ക് എഴുതട്ടെ. അപ്പൊ എനിക്ക് വളരെ പരീക്ഷയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്റെ വീട്ടിലെല്ലാരും ചോദിക്കും നിനക്ക് ടെൻഷൻ. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ടെൻഷനില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ സിനിമ വന്നപ്പോഴാണ് പിന്നെ മോഹൻലാല്, മമ്മൂക്ക, പ്രിയദർശൻ, ജോഷി സാറ് എന്ന് വേണ്ട എല്ലാവരും. അപ്പൊ പണ്ട് ക്ലാസ്സിൽ ഇവരായിരുന്നു എന്നെ രക്ഷിച്ച ശ്രീധരൻ പോറ്റി ഉൾപ്പെടെയുള്ള ആൾക്കാർ. ഇപ്പം രക്ഷിക്കുന്ന പ്രിയദർശനും ബാക്കിയുള്ള അതുപോലുള്ള ആൾക്കാരും ഇതുപോലുള്ള ആൾക്കാരും ജയചന്ദ്രൻ. അപ്പൊ അങ്ങനെ സൗഹൃദങ്ങൾ പല രീതിയിലാണ്. എന്നാലും നമ്മുടെ കുട്ടിക്കാലത്തുള്ള സൗഹൃദം, ഇപ്പൊ കുട്ടൻ പറഞ്ഞ പോലെ, അത് എപ്പോഴും നമുക്ക് ഒരുപാട് കഥകൾ നമുക്ക് ഉണ്ടാകും. നമുക്കൊരു ഇപ്പൊ ഈ പ്രായം ആകുമ്പോഴും ഞങ്ങൾ എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിച്ചെന്നുള്ളത് ദൈവത്തിന് തന്നെ അറിയാം. കാരണം ഇങ്ങനെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നല്ലോ എന്ന് ആലോചിക്കുന്നത് തന്നെ സന്തോഷിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് അപകടകരമായ ഭയങ്കരമായിട്ടുള്ള കളികളും മതിലിയാട്ടവും പിന്നെ മരത്തെ കയറിയും മരച്ചൂട്ട് കളിയുന്നൊരു കളിയുണ്ട്. ഇതൊക്കെ ഇപ്പൊ ആരും കളിക്കാറില്ലല്ലോ. ഇപ്പൊ പഠിത്തം കഴിഞ്ഞാൽ ട്യൂഷന് പോവാ, ട്യൂഷൻ കഴിഞ്ഞാൽ വീട്ടിൽ വരിക, TV കാണുക, ടോപ്പ് സിംഗർ കാണുക, അത് കഴിഞ്ഞാൽ വീണ്ടും പഠിക്കുക, അല്ലെങ്കിൽ കിടക്കുക. ഇവർക്കിപ്പോ ഈ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞു വരികയാണ് ഇപ്പോഴത്തെ കുട്ടികൾ. അന്ന് അങ്ങനല്ല. അന്ന് ഒരു കമ്പെടുത്തിട്ട് ഇങ്ങനെ ഇടും, എന്നിട്ട് ആദ്യം ഒരാള് മങ്കിയാവണം, എന്നിട്ട് ആ കമ്പെടുത്തിട്ടിട്ട് ഞങ്ങളെല്ലാം ഓടി മരത്തെ കയറി. ഈ മോഹൻലാല്, പ്രിയദർശനും എല്ലാവരും ഉണ്ട്, എല്ലാ ഗ്രൂപ്പും ഉണ്ട്. മരത്തെ കയറി കഴിഞ്ഞാൽ ആരെങ്കിലും ഈ പയ്യൻ വന്ന് ഞങ്ങളെ ആരെങ്കിലും തൊടണം. അപ്പൊ ഈ കൊമ്പിന്ന് ആ കൊമ്പി ചാടും, എന്നെ തൊടാൻ വരും. ആ കൊമ്പിന്ന് മറ്റേ കൊമ്പി ചാടും. അപ്പോഴത്തേക്ക് ഇവൻ എന്റെ പുറകെ വരുമ്പോഴത്തേക്ക് മറ്റവൻ ചാടി ഇറങ്ങി ഈ കമ്പെടുക്കാൻ പോകും. അപ്പോഴത്തേക്കുണ്ടെ മറ്റവന്റെ കൊമ്പേ ചാടും. അപ്പൊ ഇങ്ങനെ ഇത് ശരിക്കും കുരങ്ങന്മാരെ കാട്ടി സ്പീഡിലാണ്. ഒരു കാലൊന്ന് വഴുതിയിരുന്ന് ഉച്ചയും കുത്തി തലയിൽ വീണ് കത്തുമായിരുന്നു. അപ്പൊ എന്നിട്ട് ഈ കമ്പെടുത്ത് വലിച്ചെറിയും. പിന്നെ ഇവൻ കമ്പെടുത്തോണ്ട് വന്ന് ഈ കളത്തിനകത്ത് വെച്ചിട്ട് ഞങ്ങളെ പിടിക്കാൻ കാരണം. ഇപ്പൊ കേട്ടിട്ടുണ്ടോ ഈ കളി? ഇല്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളായിട്ട് കളിയുണ്ടായിരുന്നു. എന്തെല്ലാം നീ പാടുമോനെ. ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കുറേ ഫ്രണ്ട്സ് ഉണ്ട് സാർ. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാൻ ഒരു 5-6 പേരുണ്ട്. പക്ഷെ എൻ്റെ ഇതേപോലെ ഇങ്ങനെ കളികളൊക്കെ കളിച്ച് ഓടി നടന്നിട്ടുള്ള എൻ്റെ 3 കസിൻസ്, അതുലും അജലും വൈശാഖും. ഇപ്പൊ കല്യാണം കഴിക്കാനുള്ള പ്രായമായി 3-നും. പക്ഷെ അവരാണ് എൻ്റെ ഏറ്റവും കളിക്കൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ്. ഓക്കെ, പാടിക്കോട്ടെ. ആരു തരും ഒരു രാക്കിളിപ്പാട്ടിന്റെ കൂട്.
കനവിന്റെ മതിലുള്ള വീട് ഭുവനകുമാര എത്ര നന്നായി പാടി അനുപല്ലവി നന്നായി പാടിയോ അവിടെ ഇവിടെ ശ്രുതി പോയോ നൊമ്പരം പാടിയ സ്ഥലത്ത് ഇത്തിരി സംഗതി പോയോ പോയല്ലോ കുറച്ചു പോയല്ലോ അതുപോലെ തന്നെ അനുപല്ലവിയുടെ അവസാനം കൂടി ഒന്ന് ചെക്ക് ചെയ്യൂ എന്റെ കുട്ടാ 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 സുഭാഷ് അണ്ണനൊരു കൈയ്യടി. ചരണത്തിന്റെ അവസാനം ഒന്ന് പാടി കേൾപ്പിക്കൂ. മധു ചോരുന്നു വിധുമായുന്നു വെറും പാഴ്ക്കനവായോ മധുവിധു വേളകളാരു തരും ഇനി ആരു തരും ഒരു ഇപ്പൊ പാടിയ എന്താണ് പറയാ ശ്വാസം എടുക്കുന്നത് ഇപ്പൊ പാടിയതാണ് നല്ലത്. മറ്റേത് അതിന്റെ അവസാനം കൊണ്ട് ആര് തരം എന്നുള്ള സെപ്പറേറ്റ് ആയിട്ടാണ് എടുത്തത് അല്ലെ, രണ്ട് ചരണത്തിലും. പൂവിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം
ഇത്രയധികം ശ്വാസം വേണമെങ്കിൽ നമുക്കൊരു ഓക്സിജൻ സിലിണ്ടർ ഫിറ്റ് ചെയ്യേണ്ടി വരും. ബുദ്ധിമുട്ടാണ് അവിടെ എടുക്കാൻ. പക്ഷെ ഇപ്പൊ എടുത്ത ആ രീതി നന്നായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ പഠിക്കും. മധുചോരുന്നു വിധുമായുന്നു വെറും പാട്ടനവായോ മധു ഇതു വേളകളാരു തരും ഇനി ആരു തരും ശ്വാസം ഒരു രാക്കിളിപ്പാട്ടിന്റെ കൂട് ശ്വാസം ആരു തരും നമുക്കാരു തരും മണിക്കനവിന്റെ മതിലുള്ള വീട്. ഇതൊരു വലിയൊരു ചലഞ്ചാണ് കേട്ടോ ഈ പാട്ട് ഇങ്ങനെ ലൈവായിട്ട് പാടാനായിട്ട്. കാരണം ശ്വാസം തന്നെയാണ് പ്രശ്നം. ശ്വാസം ഒരു വലിയ വില്ലനായിട്ട് വരും. പക്ഷെ നീ എന്നടാ ഹീറോ ഇന്ന്. ആ വില്ലനെ അടിച്ച് തകർത്ത് ഹീറോയി. ഇന്റലിജന്റ് ആയിട്ട് പ്രവർത്തിച്ചു. മെഡിക്കലായിട്ടോ നല്ല മെഡിക്കൽ നന്നായി വരും. അസലായി. അനബല്ലവിയിലുള്ള മേലുള്ള പോർഷനില്ലേ അവിടെ ഒരു ചെറിയൊരു സ്ലിപ്പ് വന്നു. അതെന്തായിരുന്നു? പക്ഷെ രണ്ടാമത്തെ ചരണത്തിൽ അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു അല്ലേ? ശ്രുതിയൊന്നുമീട്ടുവാൻ വിരലില്ല എങ്കിലോ സ്വരമൊന്നു പാടുവാൻ ഇടമില്ല എങ്കിലോ എങ്കി എന്നുള്ള അക്ഷരം വരുമ്പോഴാണ് ആ ചേർക്ക് എങ്കിലോ എങ്കിലോ ആ അത് അതിന്റെ ഒരു ലൈൻ നേരത്തെ പാടി അത് പാടും. ശ്രുതിയൊന്നുമീട്ടുവാൻ വിരലില്ല എങ്കിലോ സ്വരമൊന്നു പാടുവാൻ ഇടമില്ല എങ്കിലോ പ്രണയം. കുറച്ച് അവിടെ ആ റേഞ്ച് അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? അവന് കുറച്ച് സ്ട്രെയിൻ ഉണ്ട്. സാരമില്ല. അത് കൂടുതൽ ഒരു അനുനാസികം വരുന്നതുകൊണ്ടാണ് അത് പാടാനായിട്ട് ബുദ്ധിമുട്ടും. പക്ഷെ രണ്ടാമത്തേൽ എന്തായിരുന്നു ആ വാക്ക്? എന്തായിരുന്നു ഇതേ സ്ഥലത്ത്? അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അകാരം പാടുമ്പോൾ നമുക്ക് പലതും ഈസി ആയിരിക്കും. പക്ഷെ കാരം പാടുമ്പോൾ മൊത്തം ബുദ്ധിമുട്ടായിരിക്കും. അതാണ് പ്രശ്നം. അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അതെങ്ങനെ നമ്മൾ കൂടുതൽ പുഷ് ചെയ്യാതെ എങ്ങനെ അത് പാടി ഒപ്പിക്കാൻ പറ്റും കള്ളത്തരത്തിൽ എന്നുകൂടി വേണം. കുറെ കള്ളത്തരങ്ങളുണ്ട് നമ്മൾ പാടുമ്പോൾ. അതിന് നമ്മൾ പലപ്പോഴും ഫോൾസെറ്റോ അങ്ങനെ പല പേരുകളൊക്കെ പറയും. പല കള്ളത്തരങ്ങളും അതൊക്കെ കണ്ടുപിടിക്കണം കേട്ടാ. അത് ഗ്രൂമേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കണം എങ്ങനെയാണ്. ഇപ്പൊ മോനത് ഫുൾ ത്രോട്ടഡ് ആയിട്ട് പാടുമ്പോഴാണ് അത് കിട്ടാണ്ട് വരുന്നത്. അത്രയും ഫുൾ ത്രോട്ടഡ് ആയിട്ട് പാടാതെ തന്നെ അത് നന്നായിട്ട് ധ്വനിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് വോയിസ് മോഡുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് പഠിക്കേണ്ടത് കേട്ടോ. സ്റ്റിൽ ഈ പാട്ട് ലൈവായിട്ട് പാടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിപൂർവ്വം ആ ബുദ്ധിമുട്ടിനെ മാറ്റി നിർത്തി നമുക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഓഡിയൻസിന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ അസലായിട്ട് പാടും. പുതുമഴ ആരു തരും ഇനി ആരു തരും ഒരു രാക്കിളിക്കാട്ടിന്റെ കൂട് ആരു തരും നമുക്കാരു തരും മണിക്കനവിന്റെ മതിലുള്ള വീട്. ഭൂ നീ അങ്ങനെ വിളിക്കാൻ എന്തിനാ ഒരുപാട് ഭുവന കുമാര സ്വാമി വേലകൾ എന്നൊക്കെ പറയുന്നതിന്? എടാ ഭൂ അതല്ലേ നല്ല സുഖമില്ലേ? എടാ ഭൂ നീ ഇപ്പം ഞാൻ കുട്ടം പറഞ്ഞ വാക്ക് കടമെടുക്കുകയാണ്. കാരണം ഈ പാട്ട് നമ്മൾ ലൈവായിട്ട് ഒരു സ്റ്റേജിൽ പാടാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം നമ്മൾ ശ്വാസം എടുക്കണം, കട്ട് ചെയ്യുന്നത് ശരിയാവണം. ഈ എങ്കിലോ എന്ന് പറഞ്ഞ ആ സ്ഥലമൊക്കെ ചില പാട്ടുകൾക്ക് ചില അക്ഷരങ്ങൾ ആ ചില സ്ഥലത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പ്രയാസമാണ്. പക്ഷേ നമ്മളത് പ്രൊഫഷണൽ സിംഗേഴ്സ് എന്ന് പറയുമ്പോൾ അവരെങ്ങനെയെങ്കിലും ഇപ്പോൾ പറഞ്ഞ പോലെ ചില വേലകളൊക്കെ കാണിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടും. അപ്പം അതൊക്കെ ഇനി പഠിക്കാനുള്ള കാര്യങ്ങളാണ്. മോന് പഠിക്കാനുള്ളതാണ് ഇതിനകത്തുള്ള ട്രിക്കുകളൊക്കെ. മറ്റേ ആകാരം വരുമ്പോഴത്തേക്ക് അല്ലേ ഓ ആ എ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് റേഞ്ചിലും കുറച്ച് കയറി പോകാം. പക്ഷെ ആ എ എന്ന് പറയുന്ന സിയുടെ പഞ്ചമത്തിലൊക്കെ അല്ലെങ്കിൽ മധ്യമം കഴിഞ്ഞിട്ട് പഞ്ചമത്തിൽ ടച്ച് ചെയ്യുന്നിടത്ത് ഒരു ഇങ്കിയോ ഇള്ളയോ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ തള്ളിപ്പോവും. മനസ്സിലായോ? അപ്പോൾ എന്തായാലും
പാട്ട് അസലായിട്ട് പാടി. ഞാൻ പിന്നെ പാട്ടിൽ കൂടെ തന്നെ ആദ്യത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എവിടൊക്കെയാ പോയെന്നുള്ളത്. പക്ഷെ നന്നായിരുന്നു. ഗോഡ് ബ്ലെസ് യു. എന്തായാലും നിനക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ട്, അത് കണ്ടാ അറിയാം, മുഖം കണ്ടാ അറിയാം. ഞാൻ ഈ മുഖം നോക്കി ലക്ഷണം പറയുന്ന ഒരു ഇതുണ്ട്, അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിനക്ക് ആ പ്രാർത്ഥിക്കുന്ന ദേവിയുടെ ഒരുപാട് അനുഗ്രഹം നിന്റെ ശരീരത്തിലും നിന്റെ പാട്ടിലും നിന്റെ ആത്മാവിലും നിന്റെ തൊണ്ടയിലും നിന്റെ എല്ലാ അവയവങ്ങളിലും ഉണ്ട്. ദൈവം ഇങ്ങനെ ഒരു ഉറ പോലെ നിൽക്കുക. കണ്ണാ, നല്ല സോങ് സെലക്ഷൻ, ഭയങ്കര ധൈര്യം വേണ്ട സോങ് സെലക്ഷൻ. ഇതാ ഫാസ്റ്റ് ആയിട്ടുള്ള ബീറ്റ്സാണ് പോണത്. അതിനകത്ത് നല്ല ആ മെലഡി ഭയങ്കര പാടാൻ ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ട്. ഇത് വിദ്യാജിയുടെ പാട്ടല്ലേ? ഇത് പാടിയിരിക്കണമെങ്കിൽ ശ്രീ മധു ബാലകൃഷ്ണനാണ്, മധുചേട്ടനാണ്. ഒരു പക്ഷേ ഇങ്ങനെ ഒരു പാട്ട് വളരെ ഈസി ആയിട്ട് സ്റ്റേജിൽ പാടി കേൾക്കണമെന്ന് മധുചേട്ടൻ തന്നെ പാടേണ്ടി വരും, ഭയങ്കര ഈസി ആയിട്ട് അല്ലേ? അപ്പം അങ്ങനെ ഒരു പാട്ട് മോൻ വളരെ ഭംഗിയായിട്ട് ഈ ഒരു പ്രായത്തിൽ രസമായിട്ട് അറ്റംപ്റ്റ് ചെയ്തു. എനിക്ക് ചില ഭാഗങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എൻ്റെ ഇടയിലെ ഡാൻസ് നന്നായിരുന്നു കേട്ടോ. ഇടയ്ക്കൊന്ന് തെറ്റിപ്പോയെന്ന് തോന്നല്ലേ സിത്തു ചേച്ചി? അവൻ പിന്നെ വിട്ടു അത് വോട്ട് ചെയ്ത് മൈക്ക് പിടിച്ചോണ്ട് കാരണം ചെയ്യാൻ പറ്റിയില്ലാത്ത ഈ സ്റ്റെപ്പ് ശരിയായില്ലേ അല്ലേ? ഇതിനകത്തുള്ള കുഞ്ഞ് എന്തെങ്കിലും പറയാമെങ്കിൽ, വെറുതെ കണ്ടുപിടിച്ച് പറയാമെങ്കിൽ എന്തെങ്കിലും ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊന്നും ശ്രീഭുവൻ്റെ ഒരു പ്രശ്നമേ അല്ല. കാരണം ഇങ്ങനത്തെ ഒരു പാട്ട് പാടുമ്പോൾ സ്വാഭാവികമായിട്ടും ലൈവ് പാടുമ്പോൾ ഉണ്ടായേക്കാവുന്ന, അത് എത്ര വലിയ ആൾക്കും ഉണ്ടായേക്കാവുന്ന കാര്യങ്ങൾ, അത് ഈ പ്രായത്തിൽ അത്ര കുറച്ചേ വന്നുള്ളൂ എന്നുള്ളത് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കേട്ടോ മുത്തേ. നല്ല കാര്യം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ അനിരുദ്ധിൻ്റെ, അത് അങ്കിൾ പറഞ്ഞ മാതിരി ലൈഫ് ലോങ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവാൻ പറഞ്ഞാൽ അതിലും വലിയ ഭാഗ്യമില്ല. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ടച്ച് വിട്ട്. ഓക്കെ മുത്തേ, ഗോഡ് ബ്ലെസ് യു. സിത്തു, മധുവിനെ പറ്റി പറഞ്ഞപ്പോ ഞാനിങ്ങനെ ഓർക്കുന്നത്, ഞാൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഷോയില് ഹരിമുരളി രവം പാടും. അപ്പോ ഇങ്ങനെ കൈ ഇങ്ങനെ പോക്കറ്റിലൊക്കെ ഇട്ട് വളരെ ഒരു വീഡിയോ ഇരിക്കുന്ന പോലെ ഈ പാട്ടൊക്കെ പാടുക. ഇതെങ്ങനെ ഒരു മനുഷ്യന് ഇങ്ങനെ പാടാൻ പറ്റുമോ എന്നൊക്കെ തോന്നി. ആ രീതിയിലാണ്. മധു ആണെങ്കിൽ വളരെ കൂളായിട്ട് പോക്കറ്റ് കൈ ഇട്ട് മധു മൊഴി എന്ന് പറഞ്ഞു. ഞാൻ കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കുറെ കഴിഞ്ഞപ്പോ പറഞ്ഞു പോക്കറ്റിൽ നിന്ന് കൈ ഇട്ടു. എന്റെ അനിയനായോണ്ട് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. He's such a wonderful singer. Definitely. Great musician. മധുവിന് ഒരു ഹായ്, ടോപ്പ് സിംഗർ മധു. അപ്പൊ ഓക്കെ, ഗ്രേഡ്. ഇങ്ങനെ പറഞ്ഞു ഒരു സെൽഫ് അസസ്മെന്റ് സെഷനിൽ അൾട്ടിമേറ്റ്. കറക്റ്റ്, എ അൾട്ടിമേറ്റ്. യെസ്, താങ്ക് യു സർ. ലോരപ്പോ അടിപ്പൂക്കുറ്റി, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ അൾട്ടിമേറ്റ്. താങ്ക് യു സർ. വസന്തത്തിന്റെ വാത്സല്യം ടോപ്പ് സിംഗറിലെ ഗുളുമോൾ. വെൽക്കം ദിയക്കുട്ടി ഓൺ സ്റ്റേജ്. ഞാൻ ഇന്ന് ഫേവറേറ്റ് റൗണ്ടിൽ പാടാൻ പോകുന്ന പാട്ട് പെണ്ണിന്റെ ചിഞ്ചുണ്ടിൽ നിന്നുള്ള പാട്ടാണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് ചിത്രാന്റിയും ദാസങ്ങളുമാണ്. ഈ പാട്ടിന്റെ സിനിമയുടെ പേര് ഗുരുജി ഒരു വാക്ക് എന്നാണ്. അപ്പോൾ ഞാൻ ഈ പാട്ട് യോ 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 ആയിട്ട് പാടിയിട്ട് വരാം. ബൈ ബൈ. വെണ്ണിലാവോ ചന്ദനമോ കണ്ണനും നീ നിന്നഴകി കനവിലെന്തേ പാൽമഴയോ കന്നിരാവോ കാർമുകിൽ. പിങ്കി പിങ്കി പോക്കിയാണല്ലോ, യെസ് പിങ്ക് റോസ് ആണല്ലോ വെച്ചിരിക്കുന്നത് അല്ലേ? തലയില് ഇവിടെ തലയില്, ഇവിടെ ഇവിടെ പിങ്ക് റോസ്.
ഈ പാട്ട് കഴിഞ്ഞാൽ എനിക്ക് തരുമോ? ആ റോസ് തരുമോ? അങ്കിൾക്ക് എവിടെയെങ്കിലും കെട്ടാൻ പറ്റുമോ മുടിയില്? ആ ഇത് വെക്കാലോ, ഈ സാധനം ഇങ്ങനെ റാ വെക്കാലോ. അങ്കിൾ ഹെയർ ബാൻഡോ? ആ ഹെയർ ബാൻഡ് കൊടുക്കാം. അത് അങ്കിള് തരുമോ? അതിന് നീണ്ട മുടി വേണം. നീണ്ട മുടി ഫ്രണ്ടിലേക്ക് കാറ്റടിക്കുമ്പോ വരാതിരിക്കാൻ. അങ്കിളിനും ഭയങ്കരമായിട്ട് ഫ്രണ്ടിലേക്ക് കാറ്റടിക്കാം. നമുക്കൊന്ന് വെച്ച് നോക്കിയാലോ? ആ എന്നാ കൊണ്ട് കൊടുത്തേ. എങ്ങനെയുണ്ട് മുത്തേ കാണാൻ അങ്കിളിനെ? കുഴപ്പമില്ല. നമുക്ക് ഒരു സെൽഫി എടുക്കണം. നമുക്ക് സെൽഫി എടുക്കാം. അങ്കിളിനൊരു പൊട്ടും കൂടെ കൊടുക്കോ? ദിയക്കുട്ടി വെച്ച് കൊടുക്കട്ടെ. ഹലോ, ഇത് ഫാഷൻ പരേഡ് അല്ല. എന്നാലും പ്ലീസ്, എന്തായാലും റാവച്ചില്ലേ. എന്തൻ കൺമുന്നേ കാണാമൽ പോനേനേ. ഏത് പാട്ടാ പാടുന്നേ? പെണ്ണിന്റെ ചെഞ്ചുണ്ട്. പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ എൻ്റെ നീളം അയ്യാ അതാണോ? കലപില പോലെ. കലപില പോലെ. ഈ പെണ്ണ് ഇവിടെ വന്നാൽ തന്നെ ഭയങ്കര കലപില കേട്ടോ. കലപില ചലപില കലപില ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പൊ പാടിക്കേ, നന്നായിട്ട് പാടും കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കുളുമോൾസ്. ഓക്കെ. മോളുടെ അടുത്ത് കൊടുക്കും. ഗുളു, ഈ ടോപ്പ് ബാൻഡില് ഏറ്റവും ഇഷ്ടമുള്ള ആരാ? അവർക്ക് കൊടുക്കണം ആ കേക്ക്. ഗുളുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കണം. ടോപ്പ് ബാൻഡിലുള്ള ഏറ്റവും ഇഷ്ടമുള്ള ആൾക്ക് കൊടുത്തു. Pinky Ponky, father had a donkey. Donkey died, father cried. Inky Pinky Ponky, phone number 1 2 3. You go free. ആഹാ. അച്ചടാ. ആ ജോസഫ്. കിന്നാരം പറയണൊരാളെ പറയണൊരാളെ അയ്യാ അയ്യാ പാട്. പെണ്ണിന്റെ ചെഞ്ചുണ്ട് പുഞ്ചിരി പൂത്തു അയ്യാ കണ്ണാടി പുഴയിൽ വിരിയണ കുളിരല പോലെ. പിന്നെ കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ അയ്യാ ഇല്ലിക്കാടടിമുടിയിലെയാണ് കലപില പോലെ. കറക്റ്റ്. പെണ്ണിന്റെ
അടുത്തതായി ഞങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒച്ച LP പിള്ളേരുടെ മിമിക്രി കോമ്പറ്റീഷൻ വഴി. ഇഷ്ടപ്പെട്ട മോക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ശൂശു എന്ന് വിളിക്കുന്നതല്ലേ, അല്ലാതെ വിസിലല്ലോ. ഇത് പറ്റോ? ഡബ്സ്റ്റെപ്പ് ഒക്കെ വരുന്നുള്ളൂ. ഒരു ഡബ്സ്റ്റെപ്പാണ്. ആ ഫോൺ മുഴുവൻ തുപ്പി ഇല്ലാതാക്കാതെ വെറുതെ നിക്ക്. ഇല്ല. അതെ, എന്താ തകർത്തളഞ്ഞില്ലേ? നല്ല പാട്ടിന്റെ സെലക്ഷൻ കണ്ടം. ഇത് ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഇതിന്റെ സംഗീത സംവിധായകൻ ആരാണ്? അയ്യോ എന്നാണ് പേര്. എനിക്കറിയില്ല. ജയ വെച്ച് തുടങ്ങും. ജയറാമല്ല, ജയറാമിന്റെ അമ്മാവന. അവൻ ചെറിയോ? ടോമാഞ്ചെറി. അങ്ങനെ നിന്നെ ഇവിടെ വന്ന് അടിക്കും കേട്ടോ, ചൊല്ലു വെച്ച്. ജെറി അമൽദേവ്. 5 പ്രാവശ്യം പറഞ്ഞു. 5 പ്രാവശ്യം പറഞ്ഞു. ജെറി അമൽദേവ്. ജെറി അമൽദേവ്. ജെറി അമൽദേവ്. ജെറി അമൽദേവ്. ജെറി അമൽദേവ്. ഓക്കെ, ഇനി മറക്കില്ലല്ലോ. വലിയ ഗുരുനാഥനാണ് കേട്ടോ. മോള് നന്നായിട്ട് പാടി. ആ ഒരു സ്ഥലം സിത്തു ആന്റി പറഞ്ഞു തന്നിട്ട് മാറ്റിയല്ലോ റിഹേഴ്സലിന്. മാറിപ്പോയി. അത് മാറിപ്പോകുന്നതാ. അങ്ങനെ മാറുന്നത് എന്താ? ബാക്കിയെല്ലാം നല്ല രസമായിട്ട്, ചില ലാസ്റ്റിലൊക്കെ സൂപ്പറായിരുന്നു. അനുവല്ലയും ചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടിക്കെട്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ തൃശ്ശൂർ പൂരം പോലെ ഇരുന്നു. ഒന്ന് പാടിയൊന്ന് കേൾപ്പിച്ചേ അങ്കിളിന്, എല്ലാവർക്കും കൂടെ ഒന്ന് രസിക്കാൻ വേണ്ടി. കരിവണ്ടിന കണ്ണുകളിൽ ഒളിയമ്പുകളെയണതോ തേൻ കുടിക്കണതോ കണ്ടോ കണ്ടോ. ഓക്കെ. വിരകൊള്ളണ ചുണ്ടുകളിൽ ഉരിയാടണതന്തരമോ മാരമന്തരമോ കേട്ടോ. ഉയ്യാരം പയ്യാരം തുടികൊട്ടണ ശിങ്കാരം മനസ്സിന്റെ കുളിരണ ഇതിനെക്കാട്ടി നന്നായിരുന്നു നേരത്തെ. മനസ്സിന്റെ കുളിരല എന്ന് പറഞ്ഞു, കിട്ട് കിട്ട കിട്ട് കിട്ടും എന്ന് പറഞ്ഞു. മനസ്സിന്റെ കുളിരണ അത് തന്നെ. മനസ്സിന്റെ കുളിരല എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ സാർമാരും എന്റെ അമ്മയും അച്ഛനും. അമ്മയും പാടൂ? അല്ല, അമ്മ എനിക്ക് നോട്ട്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് സാർമാരിന് പറയുന്നത് റെക്കോർഡ് ചെയ്തിട്ട് അത് കേൾപ്പിക്കും. മോക്ക് വായിക്കാൻ അറിഞ്ഞൂടല്ലോ മലയാളം? ഇല്ല. എഴുതാനും അറിഞ്ഞൂടാ. ഒരു വലിയ ഗൈഡ് കൊടുത്ത് എന്നിട്ടാണ് ഈ പാട്ടുകളൊക്കെ പഠിച്ച് പാടുന്നത്. എല്ലാരും ചോദിക്കുന്നതാ, ആ കൊച്ചുങ്ങൾക്ക് മലയാളം അറിയാവോ, മലയാളം വായിക്കാൻ അറിയാവോ, എഴുതാൻ അറിയാവോ ദിയോക്കുട്ടിക്കും മറ്റേ ആ പിള്ളേർക്കെല്ലാം. അപ്പൊ ഞാൻ പറഞ്ഞില്ല, പിന്നെ എങ്ങനെയാ സാറേ അവര് പാടുന്നേ? ഞാൻ പറഞ്ഞ അതാണ് ടോപ്പ് സിംഗറിന്റെ മാജിക്. നന്നായിരുന്നു എന്ന് തന്നെ പറഞ്ഞു. ഗുഡ്, വെരി ഗുഡ്. ഇത്രയും നന്നായിട്ട് പാടണേന്ന് സാധാരണ അമ്പാട്ടി എടുത്ത് എങ്ങനെയാ പ്രാർത്ഥിക്കാറ്? അമ്പാട്ടി ഗുളുമോളിനെ കാത്തോളെ, ഗുഞ്ഞുമോൾ പാങ്കുട്ടികള്, ഗുളുമോൾ ചക്കരി കുട്ടികള്, താങ്ക് യു ഗോഡ് കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ, താങ്ക് യു ഗോഡ് സോറി അമ്പാട്ടി, ഗുണരമ്പി കൃഷ്ണ ഗണപതി അമ്പാട്ടി രക്ഷിക്കണം. പഠിച്ചു വെച്ചിരിക്കാണ്. ഈ അമ്പലത്തിൽ ചെന്ന അപ്പൊ ഇത് പ്രാർത്ഥിക്കാം അല്ലേ ദിയക്കുട്ടി? അമ്പലത്തും എന്റെ വീട്ടിലും വീട്ടിലും പാടും. കൊള്ളാട്ടാ. അതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കണോണ്ടാണ് ഇങ്ങനെയൊക്കെ പാടാൻ പറ്റണേ. അല്ലെങ്കിൽ ഇങ്ങനെ വല്ലതും പാടാൻ പറ്റുമോ? അങ്കിൾ വിചാരിച്ച ഇങ്ങനെ വല്ലതും പാടാൻ പറ്റുമോ? അങ്കിളൊന്നും പാടാൻ പറ്റത്തില്ല.
അങ്കിള് ആർക്കും പാടാൻ പറ്റൂല. ആർക്കും പാടാൻ പറ്റും. ഗുളുമോള് ചക്കരക്കുട്ടിയാണോ? അറിയില്ല. പറഞ്ഞല്ലേ, കുറച്ചും പറഞ്ഞല്ലേ ഞാൻ നല്ല കുട്ടിയല്ലേ. അമ്പാട്ടിന്റെ അടുത്ത് ചോദിക്കുന്നു. ചോദിക്കുകയാണ് ഞാൻ ചക്കരക്കുട്ടിയല്ലേ. നല്ല മോളാണ് വെച്ചോടാ പറയണോക്കിയത്. അതെ, പാടിയപ്പോ അവിടെ ആദ്യത്തെ ലൈൻ പാടൂലേ, തന്നാനേ തനരരരരരി തരരരരരി. അങ്ങനെ പാടാമോ? ഒന്ന് പാടിക്കപ്പിച്ചോ ഒന്നൂടെ. ഹയ്യാ ഇള്ളിക്കാടടി മുടിയുലയണ കലബില പോലെ. ഹയ്യാ ഹയ്യാ ഇള്ളിക്കാടടി മുടിയുലയണ ഇള്ളിക്കാടടി മുടിയുലയണ കലബില പോലെ. അതാണ്. അടുത്തത്. പെണ്ണിന്റെ ചെഞ്ചണ്ടിൽ പുഞ്ചിരി പൂത്തു. ഹയ്യാ കണ്ണാടി ഹയ്യാ ഹയ്യാ കണ്ണാടി പുഴയിലെ അതൊന്നും ചേർന്ന് കണ്ണാടി പുഴയുടെ കണ്ണാടി പുഴയിലെ വിരിയണ കുളിരല പോലെ. കണ്ടില്ലേ കിന്നാരം പറയണൊരാള് അയ്യാ ഇള്ളിക്കാടടി മുടിയുലയണ കലപില പോലെ. നിന്നങ്ങ് പൊങ്ങി. ഇങ്ങനെ ഇപ്പോഴാണ് ശരിയായത്. വെരി ഗുഡ് കേട്ടോ. അപ്പൊ അങ്ങനെ നന്നായിട്ട് പാട്ട് പഠിച്ച് നന്നായിട്ട് അമ്പാടിയൊക്കെ പ്രാർത്ഥിച്ച് എപ്പോഴും ഇവിടെ ഒന്ന് പാടണം കേട്ടോ. ഓക്കെ. എനിക്ക് അവിടെ അല്ല. നന്നായി പാടി മുത്തേ. താങ്ക് യു. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞിട്ട്, അത് അപ്പൊ നീ കേട്ടില്ലല്ലോ. പറയണ ഒരാളെന്നല്ലോ, അത് വേറെ പഠിച്ചു പോയില്ലേ അറിയാണ്ട്. മാറ്റാൻ പറ്റിയില്ല അല്ലേ പെട്ടെന്ന്. അത് പോട്ടെ അങ്ങനെ പറ്റും. നമ്മൾ തെറ്റായിട്ട് എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ ഭയങ്കര പ്രയാസം. അത് എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ, വലിയ ആളുകൾക്കും ചെറിയ ആളുകൾക്കും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത് കുഞ്ഞു ആവല്ലേ. അനുപല്ലവിയൊക്കെ നല്ല രസമായിരുന്നു കേൾക്കാൻ. അനുപല്ലവിയുടെ തുടക്കമൊക്കെ പാടിയില്ലേ, ശ്രുതിയൊക്കെ നല്ല വൃത്തിയായിട്ട് പാടി. നീ പാട്ട് കുഞ്ഞുവാവ കുറച്ചും കൂടി കഴിയുമ്പോൾ ഇതിൽ നന്നായിട്ട് പാടാൻ പറ്റും. ചെറിയ ആളായതുകൊണ്ടാണ് ഇങ്ങനെ പാടുന്നത് കേട്ടോ മുത്തേ. നല്ല രസമായിരുന്നു കേൾക്കാൻ, നല്ല രസമായിരുന്നു. താങ്ക് യു. വേറെന്താ വിശേഷം? നല്ല വിശേഷം തന്നെ സുതാരാൻഡി. ഇത്രേ ഉള്ളൂ. ഗ്രേഡ് ഏതാ കൊടുക്കുന്നേ? ഗ്രേഡ് ഈ കുട്ടിക്ക് ടോപ്പ് ഗ്രേഡ് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അപ്പൊ ഏത് ഗ്രേഡാണ്? എ വൗ -2. അൾട്ടിമേറ്റ്. A-1 എന്ന് പറഞ്ഞാൽ എന്താണ്? അൾട്ടിമേറ്റ്. ഓക്കെ. അപ്പൊ 2 ആണെങ്കിലോ? -2 എന്ന് പറഞ്ഞാൽ -2 ആണെങ്കിലോ? കറക്റ്റ്. അപ്പോ ഗുളുമോക്ക് ഇന്ന് ഗ്രേഡ് A ടോപ്പ്. ലോനപ്പം പിള്ളേ മോക്ക് വെക്കര് പൂക്കുറ്റി. Congratulations, you are awarded A top. സ്വയംവര സിൽക്സ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? സംശയമില്ല, ശ്രീഭുവൻ. വെൽക്കം ശ്രീഭുവൻ ഓൺ സ്റ്റേജ്. ആയുർവേദ മിക്സ് മഞ്ഞൾ സോപ്പ് നൽകുന്ന ഒരു സമ്മാനം മൊമെന്റ് ഓഫ് ദ ഡേ എംജിഎക്കിൽ വെച്ചുകൊടുത്തു.
പാടുന്നതെന്നോ